മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. അതോടൊപ്പം വല്ലാത്തൊരു ദേഷ്യവും അവൾക്ക് തോന്നിയിരുന്നു. നില, അവൻ വിളിച്ചതും ആ ഞെട്ടലിൽ നിന്ന് മുക്തിയായതുപോലെ അവൾ വേഗം അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒരു പ്രേതത്തെ കണ്ടതുപോലെ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നേരിട്ട് വന്നത്. ഇവിടെ റീസെൻ്റായി നടന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മീഡിയയിലൊക്കെ ഇപ്പോൾ അതാണല്ലോ വാർത്ത. ഇതിന് കാരണം ഞാനായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പെട്ടുപോയതാണ് നില. അയാൾ എന്നെ കുടുക്കിയതാണ്. ഞാൻ ശരിക്കും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും കുറേ ഗുണ്ടകൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് കുറേ കാലം ഞാൻ ആരും അറിയാത്തൊരു സ്ഥലത്തായിരുന്നു. അവൻ നിസ്സഹായനായി പറഞ്ഞതും അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. ശേഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പടക്കം പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം മാത്രമാണ് കേട്ടത്. അവൻ അപ്പോഴേക്കും അവൻ്റെ ഇടത് കവിളിൽ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചിരുന്നു. ദേഷ്യത്തോടെ ഒരു ഭദ്രകാളിയെപ്പോലെ അവനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ് നില. അവിടെ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് അവർ പോയത് UK-യിലായിരുന്നു അല്ലേ? അവിടെയായിരുന്നു നിന്നെ പൂട്ടിയിട്ടതല്ലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി നില ചോദിച്ചത് കേട്ട് അവൻ വിളറി വെളുത്തതുപോലെ നിന്നു പോയിരുന്നു. മിനിമം ബോധമുണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ പറയാൻ നിനക്കെങ്ങനെ തോന്നി സച്ചിനെ? ഒന്നുമല്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഞാനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധമെങ്കിലും നിനക്ക് വേണ്ടി, അവൾ ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു നീ. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ആ രാത്രിയിലാണ്. വീണ്ടും എന്നെ ചതിക്കാൻ ആരുടെയൊക്കെയോ കൂടെ ഇങ്ങനെ കൂട്ടുനിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? നിന്നെ ഞാൻ സ്നേഹിച്ചു, ആത്മാർത്ഥമായി തന്നെ. നീ എന്നെ പറ്റിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചു. പക്ഷെ നീ എന്നെ ഓരോ ദിവസവും ചതിച്ചു. അവസാനം അവർക്കൊപ്പം ചേർന്ന് നീ എന്നെ ചതിച്ചതോടെ നീ സ്നേഹിച്ചിരുന്ന നില മരിച്ചുപോയി എന്ന് പറയുന്നതാണ് സത്യം. ഇന്ന് ആ നിലയില്ല. അവൾ അവിടെ മരിച്ചു. നീ കൊന്നു. പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ഇനി എന്തു പുതിയ കള്ളം എന്നോട് പറയാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല സച്ചിനെ. നീ എന്നോട് ചെയ്തതൊന്നും ഒട്ടും നല്ല കാര്യങ്ങളല്ലെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാമായിരുന്നു. ഓരോ വട്ടവും നീ പലർക്കും വേണ്ടി എന്നെ അവഗണിച്ചു. അപ്പോഴൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ പലതും കണ്ടില്ലെന്ന് നടിച്ചത്. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ച് നിനക്ക് വേണ്ടി. നിൻ്റെ ഇഷ്ടങ്ങളിൽ മാത്രമായിരുന്നു എൻ്റെ ജീവിതം. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അവസാനം നീ വിദഗ്ധമായി എന്നെ ചതിച്ചു. വീണ്ടും എൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ നിനക്ക് ഉളുപ്പ് തോന്നുന്നില്ലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും ആ നിമിഷം അവൻ വല്ലാതെയായിപ്പോയി. നീ അത്ര വലിയ ശീലാവധിയൊന്നും ചമയേണ്ട. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാത്തപ്പോൾ വന്ന ഏതോ ഒരുത്തൻ്റെ പുറകെ കയറിപ്പോയ നീയാണോ എന്നോട് ശരിക്കും തെറ്റ് പഠിപ്പിക്കാൻ വരുന്നത്? നിനക്ക് അത്രയ്ക്ക് അസുഖം മൂത്തിരുന്നത് കൊണ്ടല്ലേ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പോയാൽ മതിയെന്ന് തോന്നിയത്? അവിടെ വെച്ച് കണ്ട ഒരുത്തൻ്റെ പുറകെ നീ പോയത്? ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് ചോദിച്ചതും നില തകർന്നു പോയിരുന്നു. ഞാൻ പണത്തിന് വേണ്ടി തന്നെയാണ് ഇതിനൊക്കെ നിന്നത് എന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നീ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കും അവൻ്റെ കൂടെ. മുഴുവൻ പറയുന്നതിന് മുൻപ് തന്നെ പിറകിൽ നിന്നും ഒരു പ്രഹരം ഏറ്റിരുന്നു സച്ചിന്. പെട്ടെന്ന് കിട്ടിയ ആ പ്രഹരത്തിൽ അവനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. മുന്നോട്ട് കുതിച്ചവൻ നിലയെ മറികടന്ന് നിലത്തേക്ക് വീണു. മുകളിലേക്ക് നോക്കിയ നിമിഷമാണ് TV-യിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോകളിലുമൊക്കെ നിലയ്ക്കൊപ്പം കണ്ട ചെറുപ്പക്കാരൻ നേരിട്ട് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് അവൻ കണ്ടത്. ഒരു നിമിഷം അവനെ കണ്ടതും വല്ലാത്തൊരു ദേഷ്യം സച്ചിന് തോന്നിയിരുന്നു. എടാ ആണും പെണ്ണും കെട്ട നപുംസകമേ, നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രേമമാണെന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് അവളുടെ പൈസ ഉപയോഗിക്കാവുന്ന പരമാവധി ഉപയോഗിച്ച് വേറെ കുറച്ച് പൈസ ഏതോ ഒരുത്തൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അവളെയും ഉപേക്ഷിച്ച് ആ പൈസയും വാങ്ങി നക്കി എവിടെയോ പോയിട്ട് വന്നിട്ട് വീണ്ടും അവളെ കുറ്റം പറയുവാനായി വന്ന് നിൽക്കുന്ന നിന്നെയൊക്കെ ആണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാമോടാ? എന്നിട്ട് നീ അവളുടെ ചാരിത്രത്തെ കൂടി സംശയിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. നിന്നെ ഈ പാവം പിടിച്ച പെണ്ണ് എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോടാ നാറി? അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നീ വരാഞ്ഞിട്ട് ഇവൾ വല്ല ട്രെയിനിൻ്റെ മുൻപിൽ ചാടിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇവളുടെ ജീവൻ ആര് സമാധാനം പറഞ്ഞേനെ? എന്നിട്ട് വന്ന് ഞെളിഞ്ഞു നിന്ന് അവൻ പ്രസംഗിക്കുന്നു. അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവൻ്റെ കവിളത്തൊരടി കൂടി കൊടുത്തിരുന്നു എബി. വിളിക്കടി ഡാഡിയെ, അവൻ നിലയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ അവനെ ഒന്ന് നോക്കി.
വിളിക്കാനല്ലേ പറഞ്ഞത്? ദേഷ്യത്തോടെ എബി പറഞ്ഞതും അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് നരേന്ദ്രനെ വിളിച്ചു. അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ. എബി പറഞ്ഞത് കേട്ട് അവൾ അങ്ങനെ തന്നെ നരേന്ദ്രനോട് പറഞ്ഞു. സച്ചിനെ പിടിച്ചു വലിച്ച് അവൻ നിലയുടെ തോളിൽ കിടന്ന ഷാൾ ഊരി കൈ രണ്ടും പുറകിലേക്ക് കെട്ടി. ശേഷം അവനെ വലിച്ചുകൊണ്ടകത്തേക്ക് പോയി നിലയുടെ റൂമിലിട്ട് അവനെ പുറത്തുനിന്നും പൂട്ടി. എന്താണ് എബിയുടെ ഉദ്ദേശമെന്നറിയാനായി നില കാത്തിരുന്നു. എബി എന്ത് ചെയ്യുകയാണിത്? അവനെന്തിനാണ് മുറിക്കകത്ത് പൂട്ടിയത്? എത്രയും പെട്ടെന്ന് അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാനല്ലേ നോക്കേണ്ടത്? അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് നില പറഞ്ഞു. എന്തൊരു മണ്ടത്തരമാണ് മോളെ നീ പറയുന്നത്? ഇത്രയും വലിയൊരു തെളിവ് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിരിക്കുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുകയല്ല നമ്മൾ വേണ്ടത്. ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് നിന്റെ പൂതനയുടെ കയ്യിൽ നിന്ന് ഡാഡിയെ രക്ഷിക്കണ്ടേ? അവൻ ചോദിച്ചപ്പോൾ അവൾ വേണമെന്നർത്ഥത്തിൽ തലയാട്ടി. അതിനെ ഏറ്റവും വലിയ തെളിവാണ് ആ മുറിയിൽ കിടക്കുന്നത്. എബി അപ്പോൾ ഇത് കള്ളമായിരുന്നോ എന്ന് ഡാഡിക്ക് മനസ്സിലാവില്ലേ? നമ്മുടെ കഥയിലെ സച്ചിൻ ഇല്ലല്ലോ. നില, സച്ചിൻ പറയാതെ ഒരു കാര്യങ്ങളും നിന്റെ ഡാഡിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിതൊക്കെ എന്തിനാണ് ചെയ്തതെന്നും ഞാനും നീയും ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നും നിന്റെ ഡാഡി മനസ്സിലാക്കണം. ഇതിലും വലിയൊരു തെളിവ് നിന്റെ ഡാഡിക്ക് മുൻപിൽ കൊടുക്കാനില്ല. നിന്നെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് അവനെ അവർ ഇറക്കിയതെങ്കിലും അത് ഗുണം ചെയ്യാൻ പോകുന്നത് നമുക്കാണ്. നമുക്ക് ഗുണം ചെയ്യുക തന്നെ വേണം. ദൈവമായിട്ടാണ് അവനെ ഇപ്പോൾ ഇങ്ങോട്ട് അയച്ചത്. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നരേന്ദ്രൻ അവിടെ എത്തിയിരുന്നു. അവൾ എന്ത് കാര്യത്തിനാണ് വിളിച്ചതെന്നറിയുവാൻ വേണ്ടിയായിരുന്നു നരേന്ദ്രൻ വന്നത്. നരേന്ദ്രൻ വരുമ്പോൾ മുൻവാതിലടച്ച് എബിയും നിലയും പുറത്തു തന്നെ നിൽക്കുകയാണ്. ജയലക്ഷ്മി നേരത്തെ തന്നെ എവിടെയോ പോയതായിരുന്നു. അതുകൊണ്ട് ജയലക്ഷ്മിയെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് നില മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താ നില, എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ഒരു ഭാവഭേദവുമില്ലാതെ നിലയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നരേന്ദ്രൻ ചോദിച്ചു. അത് ഡാഡിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് വരാൻ പറഞ്ഞത്, അവൾ പറഞ്ഞു. എന്തത്യാവശ്യ കാര്യം? അയാൾ ചോദിച്ചു. ഞാൻ ഈ പറയുന്നത് ചെറിയമ്മയെ പറ്റി പറഞ്ഞതുമൊക്കെ കള്ളമാണെന്നായിരുന്നില്ലേ ഡാഡിയുടെ വാദം? അതൊന്ന് തെളിയിച്ചു തരാൻ പോവാം. നില, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നീ എനിക്ക് ആവശ്യത്തിനുള്ള തലവേദനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇങ്ങനെയും തലയും വാലും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കുന്ന രീതി കൂടി നീ അങ്ങ് നിർത്ത്. എന്താണെന്ന് വെച്ചാൽ വലിച്ചുകെട്ടില്ലാതെ കാര്യം പറ. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യം ഡാഡി ഒരാളെ കാണണം. അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട്, എബിയാണ് പറഞ്ഞത്. അയാൾ താല്പര്യമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കഥകൾ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതൊന്നും കള്ളമല്ലായിരുന്നുവെന്നും ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നും ഇപ്പോൾ മനസ്സിലാവും. പിന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്കും കള്ളം പറയേണ്ട വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സാഹചര്യം കൊണ്ടുണ്ടായത്, നില പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ വേഗം കാണിക്ക്, അയാൾ മകളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. രണ്ടുപേരും കൂടി അയാളെ വിളിച്ചുകൊണ്ട് നിലയുടെ റൂമിലേക്ക് പോയി. പുറത്തുനിന്നും പൂട്ടിയ ആ മുറി അയാൾ കണ്ടു. ഡാഡി, ഇവനെ ആദ്യം നോക്ക്. എബിയാണ് ആ വാതിൽ തുറന്നത്. അകത്തേക്ക് നോക്കി അയാളുടെ മുഖഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എന്ന് കണ്ട എബി അയാളുടെ മുഖത്തേക്ക് തന്നെ ഒന്നുകൂടി നോക്കി. എന്താ ഇവിടെ കാണാനുള്ളത്? അയാൾ വളരെ സ്വാഭാവികമായ രീതിയിൽ ചോദിച്ചപ്പോഴാണ് അവൻ അകത്തേക്കൊന്ന് നോക്കിയത്. നോക്കിയപ്പോൾ ശൂന്യമായ മുറിയാണ് അവിടെ കണ്ടത്. കുറച്ചു മുൻപ് മുറിയിലേക്ക് കയ്യും കെട്ടി വിട്ടവനെ കാണാനില്ല. മുറി മുഴുവൻ നിലയും എബിയും നോക്കി. രണ്ടുപേരും പരസ്പരം ഞെട്ടിയ മുഖത്തോടെയാണ് നോക്കിയത്. ഒരു ജനാല പോലും തുറന്നിട്ടില്ല. പിന്നെ അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? ഇവിടെ ഇപ്പോഴുള്ള ജോലിക്കാർ ആരും സംശയിക്കത്തക്ക പ്രശ്നങ്ങളുള്ളവരല്ല. പിന്നെ അവൻ എങ്ങനെ പോയി എന്ന സംശയത്തിലായിരുന്നു നിലയും എബിയും. മുറി മുഴുവൻ അവനെ തിരക്കി. എന്നാൽ അവനെ കാണാൻ സാധിച്ചിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ കളിയാക്കുവാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വിളിച്ചത്? താല്പര്യമില്ലാത്ത മുഖത്തോടെ നരേന്ദ്രൻ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. സത്യമായിട്ടും ഡാഡി, ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു. പുറത്തേക്ക് പോകാനുള്ള യാതൊരു കാരണങ്ങളും മുൻപിലുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് പോയതെന്നറിയില്ല. എബി നിസ്സഹായമായി അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ഞങ്ങൾ പറയുന്നത് സംശയമുണ്ടെങ്കിൽ CCTV ഫുട്ടേജ് എടുത്ത് നോക്കാമല്ലോ. നീല പറഞ്ഞപ്പോൾ വീണ്ടും എബിക്കൊരു പ്രതീക്ഷ കൈവന്നിരുന്നു. ഇനി അത് കാരണം ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതി നരേന്ദ്രൻ നേരെ CCTV ഫുട്ടേജ് എടുക്കാൻ ഏർപ്പാട് ചെയ്തു. CCTV ഫുട്ടേജ് വരുന്നത് വരെ 3 പേരും ഉമ്മറത്തെ സോഫയിൽ കാത്തിരുന്നു. കാത്തിരിക്കുന്നതിനിടയിൽ എബിയെയും നിലയെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്ന നരേന്ദ്രൻ. അവർ രണ്ടുപേരും വല്ലാതെ അസ്വസ്ഥരാണെന്ന് അയാൾക്ക് തോന്നി. തന്നോട് എന്തോ വ്യക്തമായ രീതിയിൽ പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മതിയായ തെളിവുകൾ അവരുടെ കയ്യിലില്ല. അതെന്താണെന്ന് മനസ്സിലാവാതിരിക്കുകയായിരുന്നു നരേന്ദ്രനും. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അയാളുടെ ലാപ്ടോപ്പുമായി ഒരു ജോലിക്കാരൻ വന്നു.
CCTV ദൃശ്യങ്ങളെല്ലാം ഇതിൽ വ്യക്തമായുണ്ട്. അയാൾ ലാപ്ടോപ്പ് വാങ്ങി ലാപ്ടോപ്പിൽ വിശദമായി നോക്കി. കുറച്ചു സമയം നോക്കിയതിന് ശേഷം നിലയുടെയും എബിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. CCTVയിൽ വേറെ ഫൂട്ടേജാണ്. തലേ ദിവസത്തേതും മറ്റോ ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നടന്നതല്ല. താൻ പുറത്തു പോകുന്നത് വരെയുള്ള കൃത്യമായ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷമുള്ളത് വേറെ ആഡ് ചെയ്തിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. അവിചാരിതമായി വന്നു പെട്ടതല്ലവൻ. കൃത്യമായ പ്ലാനായിരുന്നു തങ്ങളുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി. എബിക്ക് കാര്യം മനസ്സിലായി. കുരുക്കിയത് തങ്ങളെയാണ്. തങ്ങൾ പറയുന്ന കാര്യങ്ങൾ നരേന്ദ്രൻ മുഖവിലക്കെടുക്കുമോ എന്ന് അറിയുവാൻ വേണ്ടി. അതൊരു ട്രയലായിരുന്നു. സച്ചിനെ ഇറക്കിക്കളിച്ച ട്രയൽ. അവൻ മനസ്സിൽ ചിന്തിച്ചു. നില, ആർ യു കിഡിങ് മീ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നരേന്ദ്രൻ ചോദിച്ചത്. അവൾ അയാളുടെ മുഖത്തേക്ക് നിസ്സഹായമായി നോക്കി. അവൻ കണ്ണുകൾ അടച്ച് ഒന്നും പറയണ്ട എന്ന് കാണിച്ചു. നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? എബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നരേന്ദ്രൻ. ഞാൻ എന്തു പറഞ്ഞാലും ഡാഡി അത് വിശ്വസിക്കില്ലല്ലോ. വെറുതെ എന്തിനാ പറയുന്നത്? നിങ്ങളുടെ കണ്ണിന് മുൻപിലാണ് ഇതെല്ലാം നടക്കുന്നത്. എന്നിട്ടും നിങ്ങളൊന്നും അറിയുന്നില്ല. ഈ വീട്ടിൽ നിന്ന് മകൾ ഇറങ്ങിപ്പോയപ്പോഴെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മനഃപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാനിതിൽ പ്രത്യേകിച്ച് എന്ത് അഭിപ്രായം പറയാൻ വാന്നില്ല. അവളെ വിളിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചു പോയിരുന്നു നരേന്ദ്രൻ. എന്താണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം? തൻ്റെ ശ്രദ്ധക്കുറവാണ് എല്ലാത്തിനും കാരണമെന്നോ? താൻ കാരണമാണ് നില ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്? അയാൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ പാകപ്പിഴകൾ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. തനിക്കറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. സത്യാവസ്ഥ അറിയുക എന്നത് ഇപ്പോൾ തൻ്റെ കൂടി കടമയാണെന്ന് അയാൾക്ക് തോന്നി. നിലയെ മനസ്സിലാക്കിയെടുക്കുക തന്നെ വേണം. എന്താണ് സംഭവിച്ചത്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് മുതലുള്ള കാര്യങ്ങൾ അയാൾ ആലോചിച്ചു. പെട്ടെന്ന് ദൈവദൂതനെ പോലെ വന്നതും മകനെ വിവാഹം ആലോചിച്ചതുമൊക്കെ നാടകീയ സംഭവങ്ങളായാണ് അയാൾക്ക് തോന്നിയത്. എങ്കിലും ജിതേന്ദ്രനും ജയലക്ഷ്മിയും തന്നെ ചതിക്കുമോ? വീണ്ടും ആ ചോദ്യം മനസ്സിൽ നിറഞ്ഞു നിന്നു. നമ്മൾ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി അല്ലേ എബി? അവനെ നമ്മൾ റൂമിലിട്ട് പൂട്ടാൻ പാടില്ലായിരുന്നു. നമ്മുടെ കൺവെട്ടത്ത് തന്നെ എവിടെയെങ്കിലും ഇരുത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡാഡിയുടെ മുൻപിൽ അവൻ്റെ കള്ളത്തരം നമുക്ക് പൊളിച്ചു കൊടുക്കാമായിരുന്നു. നില അവൻ്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായതയോടെ പറഞ്ഞു. ഇത് അവർ നിന്നെയും ഡാഡിയെയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കച്ച വെച്ച കെണിയാണ് നില. നമ്മൾ പറയുന്നത് എന്തെങ്കിലും നിന്റെ ഡാഡി കേൾക്കുന്നുണ്ടോ എന്ന് അവർക്കറിയണമായിരുന്നു. ഇനി ചിലപ്പോൾ അവനെ നമുക്ക് കാണാൻ പറ്റിയില്ലെന്ന് വരും. അവൻ അവരുടെ കസ്റ്റഡിയിലായിരിക്കും. ഞാൻ ഓർത്തത് അവർ അവനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പേടിപ്പിച്ചതോ മറ്റോ ആയിരിക്കുമെന്ന്. പക്ഷേ ഈ കളിയിൽ അവനുമുണ്ട്. നിന്നെ ചതിക്കാൻ അവനും കൂട്ടുനിന്നിരിക്കുന്നു. ഉറപ്പിച്ചതുപോലെ എബി പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന ആ നിമിഷം നിലയ്ക്ക് തോന്നിയിരുന്നു. എന്നാൽ ആ വേദനയ്ക്ക് നേരത്തെ അത്രയും ആഴമില്ല എന്ന് അവൾ തോന്നി. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. പണ്ടായിരുന്നുവെങ്കിൽ വല്ലാത്ത വേദന തോന്നിയേനെ, തന്നെ അവൻ ചതിച്ചല്ലോ എന്ന്. എന്നാൽ ഇപ്പോൾ അത്രയും വേദന തോന്നുന്നില്ല. ഒരുപക്ഷെ എബി കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. അതിരിക്കട്ടെ എബി, എന്തിനാ അവനെ അടിച്ചത്? അവൾ ഒരു കുസൃതിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ നിന്നെ പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞാൽ എബി അടിക്കുമോ? അറിയുവാൻ വേണ്ടി ചോദിച്ചു. ഓഹോ, ഇപ്പം ഞാൻ അടിച്ചതാണ് കുറ്റമല്ലേ? അവൻ ചോദിച്ചു. കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാ അവനെ അടിച്ചത്? നില ചോദിച്ചു. അനാവശ്യം പറഞ്ഞത് നീയും കേട്ടതല്ലേ? എന്നോട് കിടന്ന് തുള്ളാൻ നിനക്ക് നല്ല മിടുക്കാണല്ലോ. ഇപ്പോൾ എന്തിനാ നീ കേട്ടുകൊണ്ട് നിന്നത്? രണ്ടെണ്ണം പൊട്ടിക്കാതിരുന്നത്? എന്നെ ആയിരുന്നെങ്കിൽ കണ്ണുരുട്ടി പേടിപ്പിച്ച് മാനത്ത് കയറ്റിയേനല്ലോ. ഇത് അവൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതിരുന്നല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ അവൾ കുറച്ചു സമയം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ശേഷം അവൻ്റെ അരികിലേക്ക് വന്ന് തൻ്റെ കൈവിരലുകൾ കൊണ്ട് അവൻ്റെ കവിളിലൊന്ന് തഴുകി. അവൻ കാര്യം മനസ്സിലാതെ അവളോട് മുഖത്തേക്ക് നോക്കി. എനിക്ക് വേണ്ടി സംസാരിക്കാനും എന്നെ സംരക്ഷിക്കാനും എബി ഉള്ളപ്പോൾ ഞാൻ എന്തിനാ മിണ്ടുന്നത്? എനിക്ക് വേണ്ടി എബി സംസാരിക്കില്ലേ? ഏറെ ആർദ്രമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവനും എന്തു മറുപടി പറയണമെന്നറിയാത്തൊരവസ്ഥയിലായി. ഞാൻ എബി ഒന്ന് ഹഗ് ചെയ്തോട്ടെ? അവൾ അത് ചോദിച്ചതും അവൻ അടുത്ത നിമിഷം തന്നെ അവളെ ഗാഢമായി ഒന്ന് പുണർന്നിരുന്നു. ഐ ഓൾവേസ് ഫീൽ സേഫ് വെൻ യു ആർ വിത്ത് മീ. ഈ ഒരു സംരക്ഷണം, ഒരു കരുതൽ ഇതെനിക്ക് ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംരക്ഷണമില്ലേ? ഈ ലോകത്താരുമില്ലെങ്കിലും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അമ്മയുണ്ടാകുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവില്ലേ? അതുപോലെ ഒരു സംരക്ഷണം എബി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ
ഈ ലോകത്തോട് മുഴുവൻ പൊരുതി നിൽക്കാമെന്ന് തോന്നുന്നത് പോലെയുള്ള ഒരു ധൈര്യം, എബിയുടെ അരികിൽ നിന്നും ആരും എന്നെ എങ്ങോട്ടും കൊണ്ടുപോകില്ല എന്നുള്ളൊരു വിശ്വാസം, എനിക്ക് വേണ്ടി എല്ലാ കാലത്തും എബി നിലകൊള്ളുമെന്നുള്ളൊരു വിശ്വാസം, ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ വിട്ടിട്ട് പോവോ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ഏറെ ആർദ്രമായി ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്തു മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു. ഒരിക്കലും നിന്നെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനസ്സ് മുഴുവൻ നീയാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം മുതലെടുക്കുകയാണെന്ന് ചിന്തിച്ചാലോ? ആ ഒരൊറ്റ ചിന്തയാണ് പലപ്പോഴും അവളോടുള്ള ഇഷ്ടം പറയുന്നതിൽ നിന്നും തന്നെ പിന്നോട്ട് വലിക്കുന്നത്. അവൾക്കും തന്നെ ഇഷ്ടമാണെന്നാണ് തോന്നിയിട്ടുള്ളത്. തന്നോടത് അവൾ പറയാത്ത കാലത്തോളം താൻ എങ്ങനെയാണ് അവളോടത് തുറന്നു പറയുന്നത്? ഇല്ല, തനിക്ക് വേണ്ടി എന്നും ഞാൻ ഉണ്ടാകും. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് പറയുമ്പോൾ ഒരു പ്രത്യേക ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവന്. അവൾ കണ്ണുകളടച്ച് വീണ്ടും അവനെ തന്നെ ഗാഢമായി പുണർന്നു നിന്നു. അവളുടെ മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് ചുണ്ടു ചേർക്കാൻ തുടങ്ങിയപ്പോഴാണ് വാതിന് മുന്നിൽ നിന്നൊരു കൊട്ട് കേട്ടത്. നോക്കിയപ്പോൾ നരേന്ദ്രനാണ് തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് നില അവനിൽ നിന്നും അകന്നു മാറി. എബിയും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ റിയാലിറ്റിയിലേക്ക് വരുന്നു. ഇയാളിത് സമ്മതിക്കില്ലല്ലോ. ഇത് എത്രാമത്തെ പ്രാവശ്യം അവൻ മനസ്സിൽ പറഞ്ഞു. അകത്തേക്ക് വരാമോ? നരേന്ദ്രൻ ചോദിച്ചു. ഓഫ് കോഴ്സ് ഡാഡി, പ്ലീസ് കം. എബി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞതും അവനെ ഇഷ്ടപ്പെടാത്തതുപോലെ രൂക്ഷമായി ഒന്ന് നോക്കി. ശേഷം അകത്തേക്ക് കയറി റൂം ലോക്ക് ചെയ്തു. ഒരു നിമിഷം അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ എബിയും നിലയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ തുറന്നു പറ, ഞാൻ കേൾക്കാം. പക്ഷെ പറയുന്നത് സത്യമായിരിക്കണം. ഒരു വാക്കുപോലും കള്ളം പറയരുത്. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ. രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നരേന്ദ്രൻ പറഞ്ഞു. അവിടെയുള്ള കസേരയിലിരുന്ന് എബിയും നിലയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് നില. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അവളോട് പറയാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ശ്വാസം നന്നായി ഒന്ന് വലിച്ചു വിട്ടു നില. നടന്ന സംഭവങ്ങളെല്ലാം ഒന്നുപോലെ വിടാതെ നരേന്ദ്രനോട് പറയുമ്പോൾ അയാളും കേട്ട സത്യങ്ങളുടെ ഞെട്ടലിലായിരുന്നു. ചിലതൊക്കെ നിലയ്ക്ക് മറച്ചു വെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ എബിയുമായുള്ള വിവാഹം ഒരു അഭിനയമായിരുന്നു എന്ന് മാത്രം അവൾ പറഞ്ഞില്ല. സച്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും എബി തന്നെ സംരക്ഷിച്ചുവെന്നും തുടർന്ന് വിവാഹം കഴിക്കാതെ തങ്ങൾക്ക് മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു എന്നും മാത്രമാണ് അവൾ പറഞ്ഞത്. അച്ഛനെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയുള്ള വേറുമൊരു വിവാഹമാണെന്ന് മനഃപൂർവ്വം പറഞ്ഞില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും അവൾ ആ നിമിഷം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ എബിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. തൻ്റെ മകളെ സംരക്ഷിച്ചവനാണ്. അവൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ ചേർത്ത് നിർത്തിയവനാണ്. അവനോട് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ഈ വീട്ടിലേക്ക് വന്നു കയറിയ നിമിഷം മുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവനോടുള്ള മനോഭാവം മാറിയിരിക്കുന്നു. ദേഷ്യത്തിന് പകരം അവനോട് ബഹുമാനം തോന്നിയിരിക്കുന്നു. അവൾ പറഞ്ഞതിൽ കള്ളമൊന്നുമില്ല എന്ന് അയാൾക്ക് തോന്നി. അവളുടെ മുഖഭാവം തന്നെ അത് വിളിച്ചോതുന്നതായിരുന്നു. നരേന്ദ്രൻ മെല്ലെ കസേരയിൽ നിന്നും എഴുന്നേറ്റ ശേഷം എബിയുടെ അരികിലേക്ക് നടന്നു. എബിയുടെ തോളിലൊന്ന് തട്ടി. അവൻ്റെ മുഖത്തേക്ക് ഗൗരവപൂർവ്വമൊന്ന് നോക്കി. അയാൾ എന്ത് ചെയ്യാനാണെന്ന് മനസ്സിലാവാതെ അവൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ കൈകളിൽ പിടിച്ചു നരേന്ദ്രൻ. താങ്ക് യു വെരി മച്ച്. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏറെ ഗൗരവത്തോടെയാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ട് എന്ന് അവനും തോന്നിയിരുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ജയലക്ഷ്മിയാണ് എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? നിലയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നരേന്ദ്രൻ ചോദിച്ചു. ചോദ്യത്തിന് മുൻപിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ മാത്രമേ നിലയ്ക്കും എബിക്കും കഴിഞ്ഞിരുന്നുള്ളൂ.